ശബരിമല തീർത്ഥാടന കാലം അടുത്തു വരികയാണ്. ഇക്കുറി തീർത്ഥാടന കാലമാകുമ്പോൾ പൊന്നിൽ കുളിച്ച ശബരിമലയെ കാണാൻ കഴിയില്ല. കാരണം അയ്യപ്പൻ്റെ വസ്തുവകകളെല്ലാം തന്നെ, തങ്കമെല്ലാം തന്നെ കുറേയധികം അമ്പലം വിഴുങ്ങികൾ ചേർന്ന് സർക്കാരും ചേർന്നുകൊണ്ട് വിഴുങ്ങിക്കളഞ്ഞിരിക്കുകയാണ്. വ്യാപക പകൽക്കൊള്ളയാണ് കാനന ക്ഷേത്രമായ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഇത് ചെമ്പുപാളി ഉണ്ടായിരുന്ന കാലത്തെ പാട്ടാണ് ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് തുടങ്ങുന്നത്. പക്ഷേ ആ ചെമ്പുപാളി നീക്കി സ്വർണം പൊതിഞ്ഞപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിയായല്ലോ എന്ന് എല്ലാ ഭക്തരും കണ്ടു. കാരണം ശ്രീകോവിൽ മുഴുവൻ സ്വർണം പൊതിഞ്ഞു. 18-ാം പടി എത്രയോ ലക്ഷം ഭക്തജനങ്ങൾ ചവിട്ടിക്കയറിപ്പോകുന്ന 18 പടികളും സ്വർണം പൊതിഞ്ഞു. ഇത് പല പല ഭക്തന്മാർ പല കാലങ്ങളിലായി ചെയ്തതാണ്. അവർ മനസ്സറിഞ്ഞ് സമർപ്പിച്ചതാണ്. അവർ നൽകിയ മുഴുവൻ കാര്യങ്ങളും അവിടെ ഇല്ല എന്നുള്ളതാണ്. ഭഗവാന് കൊടുത്തതിൽ ആ കൈയിട്ട് വാരുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഈ ശബരിമലയോടെ കളിച്ചിട്ടുള്ളവരെല്ലാം പിൽക്കാലത്ത് ജീവിതത്തിൽ ഉടനീളം വൻ ദുരിതങ്ങൾ ഏറ്റുവാങ്ങിയാണ് ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങിയത് എന്നൊക്കെ പൂർവികർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. പണ്ടൊരു അവിടുത്തെ ഒരു എഞ്ചിനീയർ തന്നെ ശബരിമല ശ്രീകോവിലിനകത്ത് താഴെ ഒരു പാറയ്ക്ക് മുകളിലാണല്ലോ ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിനടിയിലെ ചില പരിഷ്കാരങ്ങൾ വരുത്താമെന്ന് പറഞ്ഞ് അതിനകത്ത് ചില നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നപ്പോൾ അതിലൂടെ ശ്രീകോവിലിന് തന്നെ ചില ഷോക്ക് ഏൽക്കുന്ന തരത്തിലായിരുന്നു. അധികം വൈകാതെ ആ എഞ്ചിനീയർ സ്ട്രോക്ക് വന്ന് കിടപ്പിലായി. ദീർഘകാലം കിടപ്പിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. വളരെ വളരെ വർഷങ്ങളായി. ഇതൊക്കെയാണ് ശബരിമലയെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടുള്ളത്. അയ്യപ്പനോട് കളിക്കാൻ പോയാൽ കിട്ടുന്നത്. ശബരിമലയിൽ നമ്മൾ കാണുന്നത്, നേരിട്ട് കാണുന്നത് ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞിരിക്കുന്നു, ശ്രീകോവിലിന് ചുറ്റും അതുപോലെ തന്നെ വാതില്, 18-ാം പടി, കൊടിമരം, ഇവയ്ക്കാണ്. ഇതുകൂടാതെ ഭഗവാന്റെ അടുക്കലേക്ക് വർഷത്തിൽ ഒരു തവണ എത്തുന്ന ആഭരണങ്ങളുണ്ട്. തങ്ക അങ്കിയുണ്ട്. ഒന്ന് പന്തളത്ത് നിന്ന് പന്തളത്ത് രാജാവ് വളർത്തച്ഛൻ കൊടുത്തു വിടുന്നത്. അത് കാൽനടയായി 3 പേടകങ്ങളിൽ വെച്ച് ശിരസിലേറ്റി 13 വില്ലേജുകൾ താണ്ടി 83 കിലോമീറ്റർ നടന്നാണ് സന്നിധാനത്ത് എത്തുന്നതെങ്കിൽ, മറ്റൊന്ന് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ഏറ്റവും അവസാനത്തെ മഹാരാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് 1973 നടക്കി വച്ചതാണ് 450 പവൻ വരുന്ന തൂക്കം വരുന്ന തങ്കയങ്കി. ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിന്റെ അതേ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കവടിയാർ കൊട്ടാരവും ശബരിമലയും തമ്മിൽ വലിയ ബന്ധമുണ്ടല്ലോ. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന്റെ ജന്മദിനത്തിൽ ആ ദിവസത്തേക്ക് വേണ്ടി ശബരിമല നട തുറക്കാറുണ്ട്. തുലാമാസത്തിലെ ചിത്തിര നക്ഷത്രമാണ്. അതുകൊണ്ടാണ് ചിത്തിര ആട്ടത്തിരുനാൾ എന്ന് പറയുന്നത്. ഇക്കുറി ഈ മാസം 21-ാം തീയതിയാണ് വരുന്നത്. അതിന് തലേ ദിവസം രാഷ്ട്രപതി സന്ദർശനം നടത്തുന്ന തലേ ദിവസമാണ് ചിത്തിര ആട്ടത്തിരുനാൾ. മാസപൂജയ്ക്കയുടെ ഇടയിൽ തന്നെയാണ് ഇത്തവണ ചിത്തിര ആട്ടത്തിരുനാൾ. അതല്ലാതെ വരികയാണെങ്കിൽ പോലും ഒരു ദിവസത്തേക്കും പ്രത്യേക പൂജയും കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തുവിടുന്ന മുദ്രയിലെ നെയ് വെച്ച് അഭിഷേകവും നടത്താറുണ്ട്.
അങ്ങനെ കവടിയാർ കൊട്ടാരത്തിന് വലിയ ബന്ധമാണ് ശബരിമലയും പന്തളം കൊട്ടാരവുമായിട്ടും ഉള്ളത്. അപ്പൊ ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് നടക്കി വെച്ച 450 പവൻ വരുന്ന തങ്കയങ്കി ആറന്മുള സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അത് മണ്ഡലകാലത്തിന്റെ പരിസമാപ്തിയിൽ 41 ദിവസത്തെ വൃശ്ചിക മാസത്തില് അതിന്റെ പരിസമാപ്തിയിൽ 41-ാം ദിവസം അത് അയ്യപ്പന് ചാർത്തും. അപ്പോൾ മണ്ഡലകാലത്തിന്റെ പരിസമാപ്തി തങ്കയങ്കി ചാർത്തി ദീപാരാധനയോടുകൂടിയാണ്. അത് ആറന്മുളയിൽ നിന്ന് ഈ മണ്ഡലകാലത്തിന്റെ പരിസമാപ്തിക്ക് 3 ദിവസം മുൻപ് സ്ട്രോങ് റൂമിൽ നിന്ന് എടുത്ത് പ്രത്യേകമായിട്ട് പ്രത്യേക തരത്തിൽ ഒരു ജീപ്പിനെ രഥത്തിന്റെ മാതൃകയിൽ തയ്യാറാക്കി ഭക്തജനങ്ങളുടെ അകമ്പടിയോടുകൂടി അതിൽ ആ രഥത്തിൽ ഒരു പേടകം വെച്ചിട്ടുണ്ട്. ആ പേടകം തുറന്ന് ഈ വിഗ്രഹം ഉയർത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ സകല ഭക്തജനങ്ങൾക്കും റോഡിന് ഇരുവശവും നിന്ന് ഈ വിഗ്രഹം ദർശിക്കാൻ കഴിയും. പിന്നെ പോകുന്ന വഴിക്ക് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് വയ്ക്കും. കൂടാതെ ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും താമസിക്കുകയും ചെയ്യുക. തലേ ദിവസം ശബരിമലയിൽ എത്തുന്നതിന് തലേ ദിവസം ശബരിമലയുമായി ഏറെ ബന്ധമുള്ള പെരുന്നാട് കക്കാട്ടുകോയിക്കൽ ശാസ്താക്ഷേത്രത്തിലാണ് തങ്കയങ്കി വിശ്രമിക്കുക. അന്ന് അവിടെ ചാർത്തുകയും ചെയ്യും. അവിടെ നിന്ന് പിറ്റേ ദിവസം പുലർച്ചെ പുറപ്പെട്ട് ഉച്ചയ്ക്ക് പമ്പയിലെത്തി അവിടെ നിന്ന് പേടകത്തിനാക്കി ശിരസിൽ വെച്ചുകൊണ്ടാണ് സന്നിധാനത്തെത്തുന്നത്. പരമ്പരാഗത വഴിയായ നീലിമല, അപ്പാച്ചിമേട്, ശബരിപീഠം, ശരംകുത്തി വഴി സന്നിധാനത്ത് എത്തും. ഇത് മടക്കയാത്രയിൽ ഈ തങ്കയങ്കി ആഘോഷങ്ങളൊന്നുമില്ല. ഇത് ദേവസ്വം ബോർഡിന്റെ പ്രത്യേക വാഹനത്തിലാക്കി തിരികെ പേടകത്തിനുള്ളിൽ അടച്ച് ഇത് ആറന്മുള സ്ട്രോങ് റൂമിൽ എത്തിക്കുകയാണ്. ഇതില് ഈ 450 പവൻ തൂക്കം വരുന്ന ഈ തങ്കയങ്കി മടക്കയാത്രയിൽ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് കൊണ്ടുപോകുന്നത്. അത് ആറന്മുളയിലേക്ക് വരുന്നതിനിടയ്ക്ക് വേറെ ഏത് വഴിക്ക് പോയിട്ടുണ്ടോ എന്താ ഒന്നും ആർക്കും അറിയത്തില്ലല്ലോ. ഇത് ഈ തങ്കയങ്കിയെയും ഇവർ ചെമ്പാക്കി മാറ്റിയിട്ടില്ലേ? ഇത് തൂക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് തനി തങ്കമായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ടോ എന്നറിയേണ്ടിയിരിക്കുന്നു. തിരുവിതാംകൂർ മഹാരാജാവ് നടക്കി വെച്ച 450 പവൻ വരുന്നതാണ് ഈ തങ്കയങ്കി. ഇന്നത്തെ വില ആലോചിക്കണം. 1973 രാജാവ് ഇത് നടക്കി വെച്ചത്. അപ്പൊ ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതുപോലെ തന്നെയാണ് വർഷങ്ങളായിട്ട് ശബരിമലയിൽ നിൽക്കുന്ന പല കാര്യങ്ങളിലും ഈ അമ്പലക്കള്ളന്മാര് മോഷണം നടത്തിയത്. അപ്പോൾ ഈ തങ്കയങ്കിയും ഇവർക്ക് കൈവയ്ക്കാൻ വളരെ എളുപ്പമല്ലേ? ഇതേ മാതൃകയിൽ ചെമ്പിന്റെ രൂപത്തിൽ ഒരു അയ്യപ്പ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് ഇത് അടിച്ചു മാറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അപ്പൊ ആറന്മുളയിൽ ഇരിക്കുന്ന തങ്കയങ്കിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത്രത്തോളം വ്യാപകമായ പകൽക്കൊള്ള നടത്തിയ ശബരിമലയില് ഇതും കക്കാൻ മടിക്കുന്നില്ല. കക്കാൻ മടിക്കുമോ തരം കിട്ടുമ്പോൾ എന്നാണ് പറയാറുള്ളത്. തരം കിട്ടുമ്പോൾ ആരും കക്കാൻ മടിക്കും. അത് ഇവിടെയും നടന്നിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് ഊഹിക്കേണ്ടിയിരിക്കുന്നു.